മന്ത്രി ഗണേശന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചത് പ്രകാരം ആദ്യം നറുക്കു വീണിരിക്കുന്നത് സംസ്ഥാന മന്ത്രിക്ക് തന്നെയാണെന്നത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയായി അത് മാറുകയാണ്. കേസെടുക്കണമെന്ന് പറയുകയും അന്വേഷണത്തെ നേരിടുകയും ചെയ്യുമ്പോൾ മര്യാദയുണ്ടെങ്കിൽ അതിലെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറി നിൽക്കുകയാണ് വേണ്ടത്. മന്ത്രി ഗണേഷ് കുമാറിനെതിരായ പരാതിയിൽ ആവശ്യമായ നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ DGP. പരാതി വളരെ ശക്തമാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബിൻ വർക്കി നൽകിയ പരാതിയിലാണ് ഇപ്പോഴത്തെ നടപടി. വെറുതെ കാടടച്ച് വെടിവെക്കുന്നതല്ല. കമ്മീഷൻ റിപ്പോർട്ടിൽ 136 പേജിൽ മന്ത്രിയെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ പരാമർശമുണ്ടെന്നും അന്വേഷണം വേണമെന്നുമായിരുന്നു പരാതിക്കാരൻ്റെ ആവശ്യം. മാത്രമല്ല, ആത്മാ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ മന്ത്രിയെക്കുറിച്ച് പരാമർശമുണ്ടെന്നും അന്വേഷണം വേണമെന്നുമാണ് അബിൻ വർക്കി പോലീസിന് നൽകിയ പരാതിയിലും പറയുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആവശ്യമായ നടപടിക്ക് DGP തന്നെ ശുപാർശ നൽകിയിരിക്കുന്നത്. അതേസമയം ഇതൊരു തമാശയായി കാണാൻ ഇനി സിനിമാ നടന്മാർക്ക് കഴിയില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ സൂചനയെന്നോണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജിയും വന്നു കഴിഞ്ഞു. എഡിറ്റ് ചെയ്യാത്ത റിപ്പോർട്ടിന്മേലുള്ള ലൈംഗിക പീഡന പരാമർശങ്ങളിൽ ക്രിമിനൽ നടപടികൾ ആരംഭിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി വന്നിരിക്കുന്നത്. കോടതിയും അത് വളരെ ഗൗരവത്തോടെ എടുത്തിരിക്കുന്നു. അതുപ്രകാരം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് ഹർജി നാളെ പരിഗണിക്കുമെന്നും അറിയിച്ചു കഴിഞ്ഞു. ഗണേശനെതിരെ അന്വേഷണം വന്നാൽ മര്യാദയുള്ളൊരു മന്ത്രിയാണെങ്കിൽ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കും. അങ്ങനെ ഒരു അന്വേഷണത്തെ നേരിടും. അല്ലെങ്കിൽ തന്നെ പരാതി ഒരു ജഡ്ജിയുടെ മുന്നിലുള്ള മൊഴി എന്നുള്ള നിലയിൽ അത് കോടതിയിൽ നിന്നും ശിക്ഷ ലഭിക്കാവുന്ന കേസ് തന്നെയാണ്. ഏതായാലും മന്ത്രിസ്ഥാനം ഇന്നല്ലെങ്കിൽ നാളെ രാജിവെക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് ഗണേഷ് കുമാർ ഉള്ളത്. ഭാര്യ നൽകിയ പീഡന കേസ് അടക്കം പലതും നേരിട്ട ഒരു വ്യക്തിയാണ് ഗണേഷ് കുമാർ. എങ്കിലും ഉമ്മൻചാണ്ടിയെ ചതിച്ച് പിണറായിക്ക് വഴിയൊരുക്കി കൊടുത്തതിനുള്ള പാരിതോഷികമാണ് ഈ മന്ത്രിസ്ഥാനമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഗണേഷ് കുമാറിന് ഇത് കാലവും ചരിത്രവും നൽകാൻ പോകുന്ന വലിയ ശിക്ഷയാണ്. ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു ജനകീയനായ നേതാവിനെ, അതും തൻ്റെ പിതാവിൻ്റെ പ്രായമുള്ള ഒരാളെന്ന വില പോലും നൽകാതെ പീഡനക്കേസ് തലയിൽ വെച്ചു കൊടുത്ത വില്ലാളി വീരനാണ് ഗണേശൻ. പരാതിക്കാരി പോലും എഴുതാനും പറയാനും മടിച്ച, അല്ലെങ്കിൽ നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ വരികൾക്കിടയിൽ എഴുതി ചേർത്ത് പച്ച നുണകൾ പേജുകളിൽ കുത്തിക്കയറ്റിയ ഗണേശൻ അന്ന് ഓർത്തില്ല ഇല്ലാത്ത പെൺപീഡനത്തിന്റെ കഥകൾ അതിലെ അഗ്രഗണ്യനായ തനിക്ക് തന്നെ തിരിച്ചടിയായി വരുമെന്ന സത്യം. അന്വേഷണം നടത്താൻ പറഞ്ഞിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് എന്ന ശക്തമായ സംഘടനയുടെ ഉപാധ്യക്ഷനാണ്. അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുന്നത് കേരളത്തിന്റെ ശക്തനായ DGP ആണ്. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഗണേശനെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് തോന്നുന്നില്ല.